കലാഭവൻ മണിയുടെ ശരീരത്തിൽ വിഷമദ്യത്തിന്റെ അംശം സ്ഥിരീകരിച്ചു. ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് വിഷമദ്യത്തിന്റെ അളവ് സ്ഥിരീകരിച്ചത്. മീഥൈൽ ആൽക്കഹോളിന്റെ അംശം ഉണ്ടായിരുന്നുവെന്നാണ് പരിശോധനാ ഫലം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സമീർ വഴങ്ങോട് ചേരുന്നു. സമീർ, കാക്കനാട്ടെ പരിശോധനയിൽ ഇത് തെളിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ഹൈദരാബാദിലെ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് വിട്ടത്. ഈ ക്ലോർപെരിഫോസിസ് അല്ല മരണകാരണം, വിഷമദ്യമാണ്, മീഥൈൽ ആൽക്കഹോൾ ആണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണോ ഇപ്പോൾ ലഭിക്കുന്നത്? അരുൺ, കലാഭവൻ മണിയുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല എങ്കിൽ കൂടി കലാഭവൻ മണിയുടെ ശരീരത്തിൽ ആന്തരാവയവങ്ങളുടെ വിശദമായിട്ടുള്ള പരിശോധനയിൽ ഹൈദരാബാദിൽ നടന്ന പരിശോധനയിലാണ് വിഷമദ്യത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാക്കനാട് ലാബിൽ നടന്നിട്ടുള്ള പരിശോധനയിൽ കീടനാശിനിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യവുമാണ് വ്യക്തമായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹൈദരാബാദിൽ നടന്നിട്ടുള്ള ഈ പരിശോധനാ ഫലത്തിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ക്ലോർപെരിഫോസിന്റെ സാന്നിധ്യം ഇല്ല എന്നുള്ള കാര്യമാണ് ഹൈദരാബാദിലെ ഈ പരിശോധനാ ഫലത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ രണ്ടിലും സമാനമായ കാര്യമുള്ളത് മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് കേസന്വേഷണം കഴിഞ്ഞ മാർച്ച് 6-നായിരുന്നു കലാഭവൻ മണിയുടെ വിയോഗം ഉണ്ടായത്. ഇതിനുശേഷം ഇത്രമാത്രം നീണ്ടുനിന്ന അന്വേഷണം നടന്നിട്ടും ഒരർത്ഥത്തിലും ഇത് സംഭവത്തിന് ഉള്ള ദുരൂഹത എന്താണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു വേളയിൽ ഇന്ന് ഈ ലഭ്യമായിട്ടുള്ള പരിശോധനാ ഫലം ഏറെ ഗുണകരമാവും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കലാഭവൻ മണി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് ബന്ധുക്കളുടെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ പിന്നീട് എങ്ങനെയാണ് ഇത്തരത്തിൽ ഉള്ള ഈ മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം കലാഭവൻ മണിയുടെ ശരീരത്തിൽ എത്തിയത്? അന്ന് രാത്രി, അതായത് കലാഭവൻ മണി മരണപ്പെടുന്ന ദിവസം മാർച്ച് 5-ാം തീയതി രാത്രിയോടുകൂടി നടന്നിട്ടുള്ള ഈ ഒരു മദ്യസൽക്കാരത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്? അതോടൊപ്പം തന്നെ ഈ വളരെ വേഗത്തിൽ കലാഭവൻ മണി തളർന്നു വീഴുകയും തുടർന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയ അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ള കലാഭവൻ മണിയുടെ റെസ്റ്റ് ഹൗസ് എന്ന് വിളിക്കുന്ന ആ പാഡിയിൽ നിന്നും അവിടെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളെല്ലാം, അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം തന്നെ വളരെ വേഗത്തിൽ നീക്കിയ സംഭവങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നു. അതെല്ലാം തന്നെ ദുരൂഹത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കലാഭവൻ മണിയുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നവരാരോ കലാഭവൻ മണിയെ കരുതിക്കൂട്ടി കൊല ചെയ്തതാണ് എന്നുള്ള കാര്യമാണ് അവരുടെ ബന്ധുക്കളും ആക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് കൂടി ഏറെ ഗുണകരമാകും ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഈ വിവരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഹൈദരാബാദിൽ നടന്നിട്ടുള്ള ആ പരിശോധനാ ഫലവും വന്നിരിക്കുന്നു. മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം തന്നെയാണ് കലാഭവൻ മണിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് മരണകാരണമായിട്ടുണ്ടോ അല്ലെങ്കിൽ മരണത്തിന് ഇടയാക്കുന്ന സാഹചര്യത്തിലുള്ള അത്രമാത്രം അതിൽ സാന്നിധ്യം ഉണ്ടായിരുന്നോ, അതിന്റെ അളവ് എത്രമാത്രമായിരുന്നു എന്നുള്ള കാര്യം, മരണത്തിലേക്ക് നയിക്കുന്നതാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും കലാഭവൻ മണിയുടെ ശരീരത്തിൽ കലാഭവൻ മണിയുടെ ആന്തരാവയവങ്ങളുടെ വിശദമായ പരിശോധനയിലും മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിഷമദ്യത്തിന്റെ അംശം തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അരുൺ. സമീർ വഴങ്ങോട്, ഞങ്ങളുടെ പ്രതിനിധി, കൊച്ചിയിൽ നിന്ന്. ലീഗ് പ്രവർത്തക സമിതി യോഗം കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് ഫലം യോഗം വിലയിരുത്തും. തിരുവമ്പാടി, കൊടുവള്ളി, താനൂർ എന്നിവിടങ്ങളിലെ പരാജയം യോഗത്തിൽ വലിയ ചർച്ചയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നേറ്റ കനത്ത പരാജയം ചർച്ച ചെയ്യാനാണ് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം കോഴിക്കോട് യോഗം ചേരുന്നത്. മലപ്പുറത്ത് ലീഗ് ജയിച്ച മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷത്തിലുണ്ടായ വൻ ഇടിവും യോഗം ചർച്ച ചെയ്യും. താനൂർ, കൊടുവള്ളി, തിരുവമ്പാടി മണ്ഡലങ്ങളിൽ ലീഗ് സ്ഥാനാർത്ഥികളുടെ പരാജയ കാരണവും യോഗത്തിൽ ചർച്ചാ വിഷയമാകും. മണ്ണാർക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ ലീഗിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് ഇനി എന്ത് നിലപാട് കൈക്കൊള്ളണമെന്നും പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനിച്ചേക്കും. സമസ്തയിലെ ഒരു വിഭാഗം തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചെന്ന വാർത്തയും ഇന്ന് ചർച്ചയാകും. തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പ്രകടനത്തെക്കുറിച്ച് ഓരോ ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കിയ റിപ്പോർട്ടും ചർച്ചയ്ക്കെടുക്കും. വൈകിട്ട് 3 മണിക്ക് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചമതച്ചാലിനടുത്ത് തിരൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ പെൺകുട്ടിയടക്കം ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ മുങ്ങി മരിച്ചു. 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. പയ്യാവൂർ ചമതച്ചാൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 5 കുട്ടികളാണ് മുങ്ങി മരിച്ചത്. 6 പേരായിരുന്നു അപകടത്തിൽപ്പെട്ടത്. രക്ഷപ്പെട്ട അമൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു പെൺകുട്ടിയും 4 ആൺകുട്ടികളുമാണ് മരിച്ചത്. ഡൽഹിയിൽ നിന്നും നാട്ടിലെത്തിയ സൽജൻ ഷീജ ദമ്പതികളുടെ മക്കൾ ഒറീജ സഫാൻ, ജോസ് അനിത ദമ്പതികളുടെ മക്കൾ അഖിൽ ജോസ്, അയൻ ജോസ്, ബിനോയ് മിനി ദമ്പതികളുടെ മകൻ മാണിക് ബിനോയ് എന്നിവരാണ് മരിച്ചത്. അമലിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കുട്ടികളെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അവിടുന്ന് കസ്റ്റഡി കേട്ടോണ്ട് ഓടിച്ചെല്ലുമ്പോൾ ഒരു കുട്ടി കറക്കി ഇരിപ്പുണ്ട്. വെള്ളത്തിന് സൈഡിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് കൈ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി വെള്ളത്തിൽ പോയത്, കുട്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടാവുന്നത്. അപ്പം ഞാൻ അന്നേരം ചാടി ഒരു കുട്ടീനെ ഫസ്റ്റ് ചാട്ടം തന്നെ ഒരു കുട്ടീനെ കിട്ടി. മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി 10,000 രൂപയും പിന്നീട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് സഹായധനം നൽകുമെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. അപ്പോൾ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്.
അതെ, ഞാനിപ്പോൾ ജില്ലാ കളക്ടറെ വിളിച്ചിരുന്നു. പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഡൽഹിയിലാണുള്ളത്. മുഖ്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു മീറ്റിങ്ങിനകത്തായതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എന്തായാലും ഗവൺമെന്റ് ഗൗരവത്തിൽ ആ കാര്യം ആലോചിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, മന്ത്രിമാരായ EP ജയരാജൻ, KK ശൈലജ, E. ചന്ദ്രശേഖരൻ, PK ശ്രീമതി MP എന്നിവരും കോൺഗ്രസ് നേതാവ് VM സുധീരനും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹങ്ങൾ സന്ദർശിച്ചു. നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 5 ജീവനുകളാണ് പയ്യാവൂരിലെ പുഴയിൽ പൊലിഞ്ഞുപോയത്. കണ്ണൂരിൽ നിന്നും PV ജോഷില. പയ്യാവൂരിൽ 5 കുട്ടികൾ പുഴയിൽ മുങ്ങി മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. തുടർ നടപടികൾക്ക് കളക്ടറെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. പയ്യാവൂരിനടുത്ത് ഇവിടെയുള്ള കുട്ടികളടക്കം അതിലുണ്ട് എന്നാണ് തോന്നുന്നത്. അവിടെ പോയി പുഴയിലിറങ്ങി അതിലൊരു കുട്ടി മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. 5 കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ കുട്ടികളുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. മറ്റ് നടപടികൾ സ്വീകരിക്കാൻ കലക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർന്നുള്ള നടപടികൾ എന്താണെന്നുള്ളത് ഗവൺമെൻറ് പരിശോധിക്കുകയും ചെയ്യും. CPM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും യോഗം വിലയിരുത്തും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിലും കേരളത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളടക്കം നിലനിൽക്കുന്നു. എന്തൊക്കെയാകും, എങ്ങനെയാവും യോഗം പുരോഗമിക്കുക? അരുൺ, കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആസാം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ശേഷമുള്ള ആദ്യ പോളിറ്റ് ബ്യൂറോ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിലയിരുത്തലും ഉണ്ടാകും. അരുൺ, ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗം ഉച്ചയ്ക്ക് ഇടവേളയ്ക്കായി പിരിഞ്ഞിരിക്കുകയാണ്. യോഗശേഷം പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ പുറത്തേക്ക് വരുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് അടുത്ത ഘട്ട യോഗം ഉണ്ടാവുക. പ്രാഥമികമായ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിലയിരുത്തലാണ് ഉണ്ടാകുന്നത്. ഈ വിലയിരുത്തലിന് വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കില്ല. കാരണം സംസ്ഥാന ഘടകങ്ങൾ വിശദമായ റിപ്പോർട്ട് അത് അടുത്ത തവണ ആയിരിക്കും. കേരളത്തിൽ വലിയ വിജയം നേടാനായതൊക്കെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇക്കാര്യമൊക്കെ വിലയിരുത്തും. മറ്റ് സംസ്ഥാനങ്ങളിൽ വേണ്ടത്ര വളർച്ച നേടാനാകുമോ എന്ന കാര്യവും വിലയിരുത്തലിനും വിശകലനത്തിനും വിധേയമാക്കും. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കുന്നതിൽ ഹൈക്കമാൻഡിനും ഐ ഗ്രൂപ്പിനും എതിർപ്പ്. പ്രതിപക്ഷ നേതാവിനെ മുൻകൂട്ടി നിശ്ചയിച്ചത് ശരിയായില്ലെന്ന് കാട്ടി K. മുരളീധരൻ KPCC പ്രസിഡന്റിന് കത്ത് നൽകി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് ചേരുന്നു. സജേഷ്, എന്തിനാണ് ഐ ഗ്രൂപ്പിന് ഇക്കാര്യത്തിൽ അതൃപ്തി? മറ്റൊന്ന്, ഹൈക്കമാൻഡിന് അനഭിമതനല്ലല്ലോ രമേശ് ചെന്നിത്തല? അരുൺ, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് നേരത്തെ നിശ്ചയിച്ചതിൽ പ്രതിഷേധിച്ചാണ് പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ തുടക്കത്തിൽ K. മുരളീധരൻ വിട്ടുനിന്നത്. ഇക്കാര്യത്തിലുള്ള അതൃപ്തി അറിയിക്കുകയും ചെയ്തു. MLA-മാരുടെ യോഗം ചേരുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയത് ശരിയായില്ലെന്ന കത്ത് KPCC അധ്യക്ഷനും K. മുരളീധരൻ കൈമാറിയിട്ടുണ്ട്. യോഗം തുടങ്ങിയതിനു ശേഷം KPCC പ്രസിഡന്റ് VM സുധീരൻ ഫോണിൽ ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് പിന്നീട് 12:30യോടുകൂടി K. മുരളീധരൻ ഈ യോഗത്തിൽ പങ്കെടുത്തത്. സമാനമായ നിലപാട് AICC-യിൽ നിന്നുള്ള ദീപക് ബാബ്രിയയ്ക്കുമുണ്ട്. നിയമസഭാ കക്ഷി ചേരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചത് ശരിയായില്ല എന്ന നിലപാടാണ് ദീപക് ബാബ്രിയയ്ക്കും ഉള്ളത്. തോൽവിയുടെ ഉത്തരവാദിത്വം 3 പ്രധാനപ്പെട്ട നേതാക്കൾക്കുമാണെങ്കിൽ ഏതെങ്കിലും ഒരു പുതുമുഖത്തെ പരീക്ഷിച്ചുകൂടെയെന്നും ദീപക് ബാബ്രിയ സംസ്ഥാന നേതാക്കളോട് ആരാഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ MLA-മാർ ഒറ്റയ്ക്ക് ഹൈക്കമാൻഡിനെ കണ്ട് അവരവരുടെ അഭിപ്രായം അറിയിക്കുകയാണ്. ഈ തരത്തിൽ K. മുരളീധരന്റെയും ദീപക് ബാബ്രിയുടെയും എതിർപ്പ് വന്നെങ്കിൽ കൂടിയും രമേശ് ചെന്നിത്തലയുടെ സാധ്യത മങ്ങുന്നില്ല. ഐ ഗ്രൂപ്പിലെ ഭൂരിഭാഗം പേരും ഇപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ്. ഗ്രൂപ്പിലെ ഭൂരിഭാഗം പേരും ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് ഇപ്പോഴും സാധ്യത. അരുൺ, ഞങ്ങളുടെ പ്രതിനിധി MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്. ചെങ്ങന്നൂരിൽ മകൻ അച്ഛനെ കൊന്ന സംഭവത്തിൽ പിതാവിന്റെ അവിഹിത ബന്ധമാണ് കൊലപാതകത്തിന് ഇടയാക്കിയത് എന്ന സൂചന. ഇതേ ചൊല്ലി അച്ഛനും മകനും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതി ഷെറിൻ ജോൺ പോലീസിനോടും ഇക്കാര്യങ്ങൾ സമ്മതിച്ചതായി സൂചനയുണ്ട്. അമേരിക്കൻ സിറ്റിസണായ ജോയിയും കുടുംബവും വർഷങ്ങളായി അമേരിക്കയിലായിരുന്നു താമസം. കഴിഞ്ഞ 19-നാണ് ജോയിയും ഭാര്യയും നാട്ടിലെത്തിയത്. ഇതിനുശേഷമാണ് നാട്ടിലുള്ള മകൻ ഷെറിനുമായി അച്ഛൻ തിരുവനന്തപുരത്തേക്ക് പോയത്. യാത്രാമധ്യേ അച്ഛനും മകനും തമ്മിൽ വാക്കുതർക്കം രൂക്ഷമായി. അച്ഛന്റെ അവിഹിത ബന്ധമാണ് ഇതിന് കാരണമെന്നും ഇതിനിടയിൽ ജോയി മകൻ ഷാരൂഖിനെ മർദ്ദിക്കുകയും ചെയ്തതായാണ് പോലീസ് പറയുന്നത്. പിന്നീട് വാഹനം നിർത്തുകയും അച്ഛന്റെ കൈവശമുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് മകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇതിനിടയിൽ തോക്ക് മകന്റെ കൈവശമെത്തി. പിന്നീട് അച്ഛന്റെ തലയിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. പിന്നീട് അച്ഛന്റെ മൃതദേഹവുമായി തിരുവല്ലയിലെത്തി പെട്രോൾ വാങ്ങിയ ശേഷമാണ് ചെങ്ങന്നൂരുള്ള കെട്ടിടത്തിന്റെ ഗോഡൌണിൽ മൃതദേഹം തീയിട്ട് നശിപ്പിച്ചത്. ഇതിനുശേഷം പമ്പയാറ്റിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഒഴുക്കിക്കളഞ്ഞു.
മൃതദേഹത്തിനായുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോഴും തുടർന്നു വരികയാണ്. കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട മകനെ പോലീസ് കോട്ടയത്ത് നിന്നും പിടികൂടി ചോദ്യം ചെയ്തു വരികയാണ്. സാഹചര്യ തെളിവുകൾ പ്രതിക്കെതിരാണെന്നും പോലീസ് പറഞ്ഞു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മലപ്പുറം ചേലമ്പ്രയിൽ 15-കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ യുവതിയടക്കം 3 പേർ പിടിയിൽ. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണ് പ്രതിയെയും പെൺകുട്ടിയെയും പോലീസ് കണ്ടെത്തിയത്. പ്രതികളെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. താമരശ്ശേരി കവരക്കുന്നുമ്മൽ അബ്ദുസമദ്, ഉണ്ണിക്കുളം മുഹമ്മദ് ഷാഫി, പുനൂർ ഒറവങ്ങര വീട്ടിൽ റഹന റംഷീദ് എന്നിവരാണ് അറസ്റ്റിലായത്. ചേലേമ്പ്രയിൽ കെട്ടിടം പണിക്കെത്തിയ സമദ് 15-കാരിയെ പരിചയപ്പെടുകയും വിവാഹ വാഗ്ദാനം നൽകി കടത്തിക്കൊണ്ടുപോവുകയുമായിരുന്നു. സുഹൃത്ത് ഷാഫിയും ബന്ധു രഹനയും സഹായം നൽകി. കുട്ടിയെ കാണാതായി ആഴ്ചകൾ പിന്നിട്ടിട്ടും കേസിൽ തുമ്പുണ്ടാകാതിരുന്നത് ഏറെ വിവാദമുണ്ടാക്കി. മലപ്പുറം ഡിവൈഎസ്പി എ ഷറഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം അജ്മീറിൽ നിന്നാണ് പെൺകുട്ടിയെയും പ്രതിയെയും കണ്ടെത്തിയത്. ഈ ടീമിനോടൊപ്പം ചേരുകയും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ 15 വയസ്സുള്ള കുട്ടിയെ 6 സ്റ്റേറ്റ് കടന്ന് അവർ പോയിട്ടുണ്ട്. കേരളം കൂടാതെ 6 സ്റ്റേറ്റുകൾ താണ്ടി ആദ്യം ഒരു കാറിലും, ബ്ലാക്ക് സ്വിഫ്റ്റ് കാറായിരുന്നു ഉപയോഗിച്ചിരുന്നത്, KL56A7516. അത് മഹാരാഷ്ട്രയിൽ ഉപേക്ഷിച്ചിട്ട് വീണ്ടും യാത്ര തുടരുകയും ഈ കുട്ടിയോടൊപ്പം സഹായിയായിട്ട് ഈ പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. അത് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. ആ കുട്ടി ഇതിലെ പ്രതിയായി പറയുന്ന അബ്ദുൽ സമദിന്റെ ബന്ധു കൂടിയാണ്. പ്രതി ഫോൺ ഉപയോഗിക്കാതിരുന്നത് അന്വേഷണത്തെ കുഴക്കി. 3 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം. പ്രതികളെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നടി പ്രിയാമണിയും കാമുകൻ മുസ്തഫ രാജും വിവാഹിതരാകുന്നു. ഇരുവരുടെയും വിവാഹ നിശ്ചയം ഇന്നലെ ബാംഗ്ലൂരിൽ പ്രിയാമണിയുടെ വസതിയിൽ നടന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രിയാമണിയും കാമുകൻ മുസ്തഫ രാജും വിവാഹിതരാകുന്നു. ഇരുവരുടെയും വിവാഹ നിശ്ചയം ഇന്നലെ ബംഗളൂരുവിൽ പ്രിയാമണിയുടെ വസതിയിൽ നടന്നു. ഇരുവരും ഈ വർഷം അവസാനത്തോടെ വിവാഹിതരാകും. മാധ്യമങ്ങളെ പത്രസമ്മേളനം നടത്തി വിവാഹ വാർത്ത അറിയിക്കുമെന്ന് പ്രിയാമണിയോടടുത്ത വൃത്തങ്ങൾ പറയുന്നു. ഇരുവരും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു. ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് നടത്തുകയാണ് മുസ്തഫ. വർഷങ്ങൾക്ക് മുമ്പ് IPL ചടങ്ങിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടിയത്. മുസ്തഫയുടെ ഹ്യൂമറും സത്യസന്ധതയുമാണ് തന്നെ ആകർഷിച്ചതെന്ന് പ്രിയാമണി പറയുന്നു. കേരള NGO യൂണിയൻ 53ാമത് സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറത്ത് തുടക്കമായി. VS അച്യുതാനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 3 ദിവസത്തെ സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. 201 വനിതകൾ ഉൾപ്പെടെ 824 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നവകേരളം കെട്ടിപ്പടുക്കാനായി ജീവനക്കാരുടെ പങ്കും കരുത്തും കരുതിവെക്കുന്നതായി ഈ മഹാസംഗമം. റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷത തകർത്തും അക്രമം അഴിച്ചുവിട്ടും രാജ്യത്തുടനീളം തുടരുന്ന അസഹിഷ്ണുത കേരളത്തിലും നടപ്പാക്കുകയാണ് BJP സർക്കാർ. ഇവരോടൊപ്പം കൂട്ടുചേർന്നാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നതെന്നും ഇത് തിരിച്ചറിയണമെന്നും VS ആഹ്വാനം ചെയ്തു. മുസ്ലിമുകളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് രാജ്യത്തിന്റെ ശത്രുക്കളെന്ന RSSന്റെ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് മോദി ഭരണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു സീറ്റിൽ BJP സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടത് നാം കാണാതിരുന്നുകൂടാ. CPIM-നെയും ഇടതുപക്ഷത്തെയും നേരിടാൻ വേണ്ടി കോൺഗ്രസും UDF-ഉം കാട്ടിയ നെറികെട്ട സമീപനം കൊണ്ടാണ് BJP അവിടെ ജയിച്ച് കയറിയത്. 3 ദിവസത്തെ സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും പ്രഭാഷണങ്ങളും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിമാരായ TM തോമസ് ഐസക്, പ്രൊഫസർ C രവീന്ദ്രനാഥ്, LDF കൺവീനർ വൈക്കം വിശ്വൻ, ടിസ്റ്റ സതൽവാദ് തുടങ്ങിയവരും പങ്കെടുക്കും. 30-ന് സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.